പുത്തൂർ അരുവിമംഗലത്ത് വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. അരുവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വളർത്തു കോഴിയുടെ കണ്ണ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചാലക്കുടി വെള്ളാഞ്ചിറയിൽ കോഴി ഫാമിന്റെ മറവിൽ വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. 2500 ലിറ്റർ സ്പിരിറ്റും 15,000-ലധികം കുപ്പി മദ്യവുമാണ് പോലീസ് കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ നഗരം നാളെ പാപ്പമാർ കീഴടക്കും. ക്രിസ്മസിന് സമാപനം കുറിച്ച് നടക്കുന്ന ബോണ്ടത്താളിയിൽ 10,000-ലധികം പാപ്പമാർ അണിനിരക്കും. ഏനാമാവ് റെഗുലേറ്ററിന് സമീപത്തെ താൽക്കാലിക വളയംപട്ട് നിർമ്മാണം പൂർത്തിയായില്ല. ജീർണിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ ചോർച്ചയിലൂടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. നാളെ ധനുമാസത്തിലെ തിരുവാതിര. വടക്കുംനാഥ ക്ഷേത്രത്തിലെ തിരുവാതിര ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പുത്തൂർ എരവിമംഗലത്ത് വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണം. എരവിമംഗലം സ്വദേശി ചിറയത്ത് ഷാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയിട്ടു. പ്രാവിൻകൂട് പൊളിച്ചു. പ്രാവുകളെ തുറന്നുവിട്ടു. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് നശിപ്പിച്ചു. വീട് കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചു. ഗ്യാസ് കുറ്റിയെടുത്ത് വലിച്ചെറികെ മുറ്റത്തെ ചെടിച്ചട്ടികളും തകർത്തു. വീട്ടിലെ വളർത്തുകോഴിയുടെ കണ്ണിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ടെറസിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലും നശിപ്പിച്ചു. ബഹളം കേട്ട് അയൽവാസി എത്തിയതോടെ യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആരുമില്ലായിരുന്നു. വീട്ടുടമ ഷാജു ഒല്ലൂർ പോലീസിൽ പരാതി വന്നതിന് ശേഷം അയൽക്കാർ വിളിച്ചപ്പോൾ ഇങ്ങനെ ബൈക്കിൽ അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കലും ഗ്യാസ് സിലിണ്ടർ വലിച്ചെറിയലും ഫിഷ് ടാങ്കിൽ മണ്ണ് വലിച്ചിട്ട് ഒരുപാട് ഭീകരാന്തരീക്ഷണം ചെയ്തിട്ടുള്ളത്. മുകളിൽ കയറി അവർ സോളാറിൻ്റെ ട്യൂബ് തല്ലി പൊളിച്ചിട്ടുണ്ട്. ബാത്റൂം കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. ബൈക്കിൽ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ചെക്കനാണെങ്കിൽ ഒരു 10-15 വയസ്സായിട്ടുള്ള ചെക്കനാണെന്ന് പറയുന്നത്. കണ്ടാലറിയും ചെക്കനാ, പക്ഷേ ഇന്ന ആളെന്നറിയില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ള ചെക്കൻ. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഭയമാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ബാക്കിലൊരു വലിയൊരു വിജനമായ പറമ്പാണ്. അതിൽ എപ്പോഴും ഇവരാണ് ഈ ക്യാമ്പ് ചെയ്യുന്ന പിള്ളേർ. അപ്പോൾ എന്തിൻ്റെ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥ. ഇവിടെ ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ആര് പരാതി പറയാനോ പരാതി കൊടുക്കാനോ നമുക്ക് ഇവിടെ ആർക്കും ധൈര്യമില്ല. എന്നുണ്ടെങ്കിൽ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ. അതിൻ്റെ പേരിൽ ആരും പരാതി കൊടുക്കാറില്ല. ഇതിന് എത്രയും നല്ല ഒരു നടപടി എടുക്കണമെന്ന് പോലീസിനോടായാലും നമ്മൾ കൂടുതൽ അഭ്യർത്ഥിക്കുന്നു ഈ പരിപാടി. ചാലക്കുടി വെള്ളാഞ്ചിറയിൽ കോഴിഫാമിന്റെ മറവിൽ സൂക്ഷിച്ചിരുന്ന വൻ വ്യാജ മദ്യശേഖരം പോലീസ് പിടികൂടി. 10,000 ലിറ്റർ മദ്യവും 2,500 ലിറ്റർ വാഷുമാണ് ഇരിങ്ങാലക്കുട ചാലക്കുടി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ആളൂർ പഞ്ചായത്ത് അംഗവും BJP നേതാവുമായ പീനിക്കപ്പറമ്പിൽ ലാലു, ഇയാളുടെ സഹായി കട്ടപ്പന സ്വദേശി താണിക്കപ്പാറ വീട്ടിൽ ലോറൻസ് മാത്യു എന്നിവരാണ് അറസ്റ്റിലായത്. ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം. ഇതോടനുബന്ധിച്ചുള്ള വലിയ ഷെഡിലായിരുന്നു മദ്യം സൂക്ഷിച്ചിരുന്നത്. പ്രത്യേകം കെട്ടിയ ചുവരിന്റെ അടിയിൽ അറ മാതൃകയിലുള്ള ഭാഗത്തായിരുന്നു മദ്യശേഖരം. 12,000 പെട്ടികളിൽ സൂക്ഷിച്ചിരുന്ന 1200 പെട്ടികളിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന് പ്രത്യേകം പേരുകളുണ്ടായിരുന്നു. 35 ലിറ്റർ വീതം കൊള്ളുന്ന 64 കന്നാസുകളിൽ സ്പിരിറ്റും സൂക്ഷിച്ചിരുന്നു. മദ്യനിർമ്മാണത്തിന്റെ മറവിൽ വൻ ലോബിയുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. 3 മാസം മുൻപാണ് ടോറസ് ലോറിയിൽ ഇവിടെ മദ്യം എത്തിച്ചതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ക്രിസ്മസ് പുതുവർഷ വിപണി ലക്ഷ്യമിട്ടായിരുന്നു ഇതെന്നും പ്രതികൾ പറഞ്ഞു. സമീപകാലത്ത് സംസ്ഥാനത്ത് ഏറ്റവും വലിയ വ്യാജ മദ്യവേട്ടയാണ് പോലീസ് നടത്തിയത്. റൂറൽ ജില്ലാ SP നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് മദ്യവേട്ട നടന്നത്. ഇരിങ്ങാലക്കുട DYSP TK ഷൈജു, ചാലക്കുടി DYSP TS സിനോജ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. SIമാരായ അരിറ്റോട്ടിസ് ജോഷി രാധാകൃഷ്ണൻ, M സതീശൻ, രഘു രാധാകൃഷ്ണൻ, CO ജോബ്, VG സ്റ്റീഫൻ, റോയ് പൗലോസ്, ASIമാരായ ഷിജോ തോമസ്, AU റിജി തുടങ്ങിയവരും റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ നഗരം നാളെ പാപ്പമാർ കീഴടക്കും. ക്രിസ്മസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് നടക്കുന്ന ബോണ്ടത്താളിയിൽ 10,000-ലധികം ഡാൻസിംഗ് പാപ്പാമാരാണ് പൂരനഗരി കീഴടക്കാനെത്തുക. തൃശൂർ അതിരൂപതയും പൗരാവലിയും ചേർന്ന് നടത്തുന്ന ബോണ്ടത്താലയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. 300 പേർ ചുമന്നുകൊണ്ടുപോകുന്ന ചലിക്കുന്ന പുൽക്കൂടാണ് ബോണ്ടത്താലയിലെ മുഖ്യ ആകർഷണം. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകവും മതസൗഹാർദ്ദവും വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളും ചലിക്കുന്ന ക്രിസ്മസ് ട്രീയും 20ഓളം നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകും. ഡാൻസിംഗ് പാപ്പാമാർക്ക് പുറമെ 300 ബൈക്കുകളിൽ സഞ്ചരിക്കുന്ന പാപ്പാമാർ, വീൽചെയർ പാപ്പാമാർ, പൊയ്ക്കാൽ പാപ്പാമാർ,
മാലാഖമാർ, മലാഖമാർ തുടങ്ങിയവ ബോൺ നത്താലയെ സമ്പുഷ്ടമാക്കും. നാളെ വൈകിട്ട് 4-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ആരംഭിക്കുന്ന ഘോഷയാത്ര ജാർഖണ്ഡ് ഗവർണർ CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോൺ നത്താലെ, വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആതിരോത്സവം എന്നിവയെ തുടർന്ന് തൃശൂർ നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഏനാമാവ് റെഗുലേറ്ററിന് മുൻവശത്തായി കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കടക്കാതിരിക്കാനുള്ള താൽക്കാലിക വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. ജീർണിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ ചോർച്ചയിലൂടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് ഇതിൽ കർഷകർ. ഈ മാസം 6-നാണ് വളയം ബണ്ട് നിർമ്മാണം തുടങ്ങിയത്. ഈ മാസം 20-ന് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും ബണ്ടിന്റെ മുളങ്കുറ്റിയടിക്കൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പനമ്പ് കെട്ടിമറയ്ക്കുന്ന ജോലികൾ ആരംഭിച്ചുവെങ്കിലും പൂർത്തിയായിട്ടില്ല. പനമ്പ് കെട്ടിമറച്ചതിന് ശേഷം വേണം മണ്ണിട്ട് ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ. ശക്തിയേറിയ വേലിയേറ്റമാണ് ഏനാമാവ് കായലിൽ ഉണ്ടാകുന്നത്. ഫേസസ് കനാലിൽ ജലനിരപ്പ് അല്പം ഉയർന്നു നിൽക്കുന്നതാണ് കർഷകരുടെ ഏകാശ്വാസം. ഉപ്പുവെള്ളം കടന്നാൽ 10,000 ഏക്കറിലെ നെൽകൃഷിയെ ബാധിക്കും. മഴയില്ലാത്തതുമൂലം കനാലിലെ ജലനിരപ്പ് പെട്ടെന്ന് താഴുകയും ഉപ്പുവെള്ളം കയറാനുള്ള സാധ്യതയുമാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. 197 മീറ്റർ നീളത്തിലാണ് ബണ്ട് നിർമ്മിക്കുന്നത്. 44 ലക്ഷം രൂപ ചെലവിൽ താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കുന്നത്. പാടൂർ ഇടിയഞ്ചിറ വളയം ബണ്ടിന്റെ നിർമ്മാണം ജലസേചന വകുപ്പ് നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. പുന്നീർകുളം നാരായണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്ന സംഭവത്തിൽ അടിയന്തര നടപടിയെടുത്ത് കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കണമെന്ന് പാടശേഖര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച പുഞ്ചകൃഷി പാടശേഖരത്തിന്റെ ബണ്ടാണ് നടിയിൽ നടക്കുന്നതിനിടെ ഒലിച്ചുപോയത്. 5 മാസം മുൻപ് പണി പൂർത്തിയാക്കിയത് 50 മീറ്റർ ബണ്ടാണിത്. 200 ഏക്കർ കൃഷി വെള്ളത്തിനടിയിലായി. 40 ലക്ഷത്തോളം നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പാടശേഖരം സെക്രട്ടറി സുരേഷ് പാട്ടത്തിൽ, വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലേട്ടിൽ, പാടശേഖര സമിതി പ്രസിഡന്റ് രാഘവൻ തടകത്ത്, പൊന്നാനി കോൾ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് CK പ്രഭാകരൻ, വെളിയങ്കോട് കൃഷി ഓഫീസർ VK ലമിന തുടങ്ങിയവരും കർഷകരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ഒരു 100 മീറ്ററോളം ബണ്ട് അടി തള്ളുകയാണ് ഉണ്ടായത്. കാരണം ഒരു നിവൃത്തിയില്ല. കാരണം വെച്ചാൽ 1 മണിക്കൂർ മുമ്പേ ഇത് ആൾ നടന്നു പോകുമ്പോൾ ഒന്നും സംഭവില്ല. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അത് വെച്ചാൽ മേലേക്ക് വല്ല ലീക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇത് ഒന്നും കാണാത്ത കാരണം നമുക്ക് ഇതിൻ്റെ എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇത് അടിയിലെ പൂതച്ചേര അടി തള്ളി പോയിരിക്കുകയാണ് ബണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് വർക്ക് KLDC ചെയ്തിട്ട് പ്രാവശ്യം പുഞ്ചപ്പണി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണം. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കൃഷിയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ 6 മാസം മുന്നേ KLDC പണി പൂർത്തീകരിച്ച ബണ്ട് പൊട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ എല്ലാ 2 മാസത്തോളമായിട്ട് ശേഖരിച്ച വെള്ളമൊക്കെ തന്നെ ഈ പൊട്ടിയ വരമ്പിലൂടെ ബണ്ടിലൂടെ കൃഷി ചെയ്ത സ്ഥലത്തേക്ക് മാറിയിരിക്കാനുണ്ടായിട്ടുള്ളത്. പൂർണ്ണമായും എല്ലാ സമയത്തും ബണ്ട് നിരീക്ഷിക്കാൻ ആൾക്കാരടക്കം വെച്ചിട്ടുള്ളതാണ്. ഒരു സൂചനയും ഉണ്ടാകാതെ തന്നെയാണ് ബണ്ട് അടിഭാഗം ഇരുന്ന് 10-60 മീറ്റർ ബണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കർഷകർ വളരെ ദുരിതത്തിലാണ്. ഞങ്ങളെല്ലാവരും നെഞ്ചുപൊട്ടിയ വേദനയിലാണ് നിൽക്കുന്നത്. 10,000-15,000 രൂപയൊക്കെ ഒരേക്കറയ്ക്ക് വെച്ച് ഇപ്പോൾ ചിലവാക്കൽ കഴിഞ്ഞു കർഷകർ. ഞാറ് 22-23 മൂപ്പ് ഞാറായി കഴിഞ്ഞിട്ടുണ്ട്. പല രീതിയിലും കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് കർഷകർ എല്ലാ പണിയും പൂർത്തീകരിച്ച് നടാൻ വേണ്ടിയിട്ട് ആൾക്കാരടക്കം 10-60ഓളം നടിയിൽ തൊഴിലാളികൾ വന്ന് നടൽ തുടങ്ങിയതായിരുന്നു. കർഷകർക്ക് ഉണ്ടായിട്ടുള്ള വിഷമം എല്ലാവരും അറിയണം. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 11 വേദ പണ്ഡിതന്മാർ 11 വെള്ളിക്കുടങ്ങളിൽ നറുനെയ് നിറച്ച് ശ്രീരുദ്ര ജപം ആരംഭിക്കും. 11 ആവർത്തി ശ്രീരുദ്ര ജപത്തിന് ശേഷം മന്ത്രപൂരിതമായ നെയ്യ് വടക്കുന്നാഥന് അഭിഷേകം ചെയ്യും. തുടർന്ന് ശ്രീ പാർവതിക്ക് പുഷ്പ അഭിഷേകവും പൂജയും ഉണ്ടായിരിക്കും. രാവിലെ 10-ന് അന്നദാന മണ്ഡപത്തിൽ തിരുവാതിര ഊട്ട് ആരംഭിക്കും. 7,000 പേർക്കാണ് ഊട്ടൊരുക്കുന്നത്. വൈകിട്ട് ലക്ഷദീപം ഒരുക്കിയിട്ടുണ്ട്. ആതിര മണ്ഡപത്തിൽ തിരുവാതിര ദിനത്തിൽ 35ഓളം സംഘങ്ങളുടെ തിരുവാതിര കളിയുണ്ടാകും. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. അണ്ടത്തോട് തങ്ങൾപ്പടി പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിലിടിച്ച് യാത്രക്കാരായ 6 പേർക്ക് പരിക്ക്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളായ അബ്ദുറഹ്മാൻ, അഷ്റഫ്, റാബിയ, നഷ്വ, നാജി, ലിസ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊയിലാണ്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത കുതിരാൻ മമ്മദ് പടിയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ 4 കാറുകൾ ഭാഗികമായി തകർന്നു. ആർക്കും പരിക്കില്ല. പാലക്കാട് ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി വെച്ചിരുന്ന ഡിവൈഡറിൽ ഇടിച്ചായിരുന്നു അപകടം.
രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ 24 മണിക്കൂറിനിടെ 412 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആക്ടീവ് കേസുകളുടെ എണ്ണം 4170 കേരളത്തിൽ 24 മണിക്കൂറിനിടെ 200 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ത്യയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ പകുതിയും കേരളത്തിലാണ്. സംസ്ഥാനത്ത് 3096 പേർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. നവകേരള സദസ്സിൽ പ്രശ്നപരിഹാരത്തിനായി ലഭിച്ചത് 6 ലക്ഷത്തിലധികം പരാതികൾ. 14 ജില്ലകളിൽ നിന്നായി 6,21,167 പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. ഏറ്റവും അധികം പരാതി ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 80,885 പരാതികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നവകേരള സദസ്സിന് മുന്നിലെത്തി. പരാതി പരിഹരിക്കാൻ സ്പെഷ്യൽ ഓഫീസർമാരെ അടിയന്തരമായി നിയമിക്കാനാണ് സർക്കാരിന്റെ നീക്കം. എറണാകുളത്ത് ജനുവരി 1-2 തീയതികളിൽ സദസ്സ് നടക്കാനുണ്ട്. ഇതുകൂടി കഴിഞ്ഞ ശേഷം ലഭിച്ച പരാതികളും പരിഹരിച്ച പരാതികളുടെയും കണക്കുകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. നവംബർ 18-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള യാത്ര സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി. ഡിസംബർ 23-നാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്. കുന്നംകുളം മലായി ജംഗ്ഷനിൽ ടോറസ് ലോറിയും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിൽ മിനി പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. എറണാകുളം ചേരാനല്ലൂർ സ്വദേശി പാനോലിക്കുടി വീട്ടിൽ അഖിൽ ജോണിനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ലോഡുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി പിക്കപ്പ് ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മിനി പിക്കപ്പ് ലോറി റോഡിലേക്ക് മറിഞ്ഞു. തുടർന്ന് യാത്രക്കാരും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി വാഹനത്തിൽ നിന്നും യുവാവിനെ പുറത്തെടുത്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രിമാരായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് സതീശൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ആചാര്യവരണവും നടന്നു. കൊടിക്കൂറയും പവിത്രവും ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൈമാറി. വ്യാഴാഴ്ച ഉത്സവബലിയും പള്ളിവേട്ടയും നടക്കും. ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സമദാനി MP. മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന് വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം ചാവക്കാട് നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളെ, തെറ്റായ സമീപനങ്ങളെ പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധിച്ച MPമാരെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുക്കുകയും പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് അടിച്ചമർത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. MB ഷക്കീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, ജാഥ ക്യാപ്റ്റൻ AM നൌഫൽ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ചുട്ട അപ്പം പോലെ ഉദ്ദേശിക്കുന്ന ബില്ലുകൾ പാസ്സാക്കണം. MPമാരൊക്കെ പുറത്താക്കിയിട്ട് ഉടനെ ചെയ്യുന്ന പണി ഓരോന്നെടുത്തിട്ട് പെട്ടെന്ന് പുറത്താക്കുക, പാസ്സാക്കുക. അതിൽ CPC ഒക്കെ പാസ്സാക്കി. CPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വളരെ പ്രധാനപ്പെട്ട ബില്ലാണ്. രാജ്യം ഉറ്റുനോക്കുന്ന ബില്ലാണ്. എത്രയോ നിയമനിർമ്മാണങ്ങൾ, അതിലൊരുപാട് വകുപ്പ് കിടക്കുന്നുണ്ട്. മുടിനാരിഴ കീറി പാർലമെന്റ് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണിതെല്ലാം. ഡിസംബർ 30-ന് കളമശ്ശേരി അപ്പോളോ ടയേഴ്സിന് മുൻപിൽ നടത്തുന്ന റബ്ബർ കർഷക മാർച്ചിന് മുന്നോടിയായി സംയുക്ത കർഷക സമിതി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചേലക്കരയിൽ തുടക്കമായി. ചേലക്കര ബസ് സ്റ്റാൻഡിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ, കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, മറ്റ് വിവിധ കർഷക സംഘം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശമംഗലം തലശ്ശേരി MS എബനത്ത് യത്തീംഖാനയിലെ 3 അന്തേവാസികൾ കൂടി മംഗല്യവതികളായി. യത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടന്ന വിവാഹത്തിന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിച്ചു. പട്ടാമ്പി ആമയൂർ സ്വദേശിനി ഹാമിദ ജസ്നയ്ക്ക്, കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസും, ചെരിപ്പൂർ സ്വദേശിനി ഫർസാന ജാസ്മിന്, കാഞ്ഞിരശ്ശേരി സ്വദേശി ഷഫീറും, മൂർക്കനാട് സ്വദേശിനി ഫാത്തിമ ഫസ്ന മോൾക്ക്, ദേശമംഗലം തലശ്ശേരിയിലെ ഉനൈസും വരന്മാരായി ഒരുമിച്ചു. 5 പവൻ വീതം ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഹാജി PTP തങ്ങൾ, അബ്ദുള്ള കോയ് തങ്ങൾ, ഇരുമ്പക്കശ്ശേരി, ട്രഷറർ KM മുഹമ്മദ് കൂറ്റനാട്, സെക്രട്ടറിമാരായ TA ഏന്ത്യൻകുട്ടി ഹാജി, TM ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ നിക്കാഹിന്റെ കർമ്മങ്ങൾക്കായി
എല്ലാവിധത്തിലും സാമ്പത്തികവും എല്ലാ മേഖലകളിലും ഇതിന് സഹകരണം നൽകിയ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ ബിസിനസ്സിലും ജോലിയിലും കച്ചവടങ്ങളിലും കൃഷിയിലും എല്ലാം തന്നെ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്നും ഇതുപോലെയുള്ള നല്ല കർമ്മങ്ങളിൽ പങ്കാളികളാകാനുള്ള എല്ലാവിധ തൗഫീഖും സന്മനസ്സും സാമ്പത്തിക അഭിവൃദ്ധിയും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വെള്ളർക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ 26ാമത് ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി. കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി.എസ്. മായദാസ് നിർവഹിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് യു. രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വി.കെ.എസ്. രാജു, ഇ. മോഹൻദാസ്, വി. ആർ. രശ്മി, വീണ ബാലൻ എന്നിവർ സംസാരിച്ചു. ഋഗ്വേദ ലക്ഷാർച്ചന ഞായറാഴ്ച സമാപിക്കും. ആവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആനക്കല്ലിൽ സംഘടിപ്പിച്ച ആവണിശ്ശേരി ഫെസ്റ്റ് തുടരുന്നു. ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ 3ാം ദിനത്തിലെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സമിതി പ്രസിഡന്റ് പി.ജി. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം സുനിൽ സുഗത മുഖ്യാതിഥിയായി. ആവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, ബാബു എടക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കോൺഗ്രസ് എസ് ജില്ലാ ജനറൽ സെക്രട്ടറി വി.ടി. മായ മോഹനന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. ഗുരുവായൂർ നഗരസഭ EMS സ്ക്വയറിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസ് എസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം PN ശങ്കർ അധ്യക്ഷത വഹിച്ചു. LDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ PK സെയ്താലിക്കുട്ടി, PSC മുൻ മെമ്പർ മുസ്തഫ കടമ്പോട്, CPL ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സൂരജ് എന്നിവർ സംസാരിച്ചു. CPM നേതാവും അന്തിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്ന PA രാധാകൃഷ്ണന്റെ ചരമവാർഷിക ദിനാചരണം CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇൻചാർജ് KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി TG ദിലീപ് കുമാർ, KR രബീഷ്, EG ഗോപാലകൃഷ്ണൻ, അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ബന്ധുവായ പ്രതിക്ക് 5 വർഷം തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി സ്വദേശി സന്ദീപിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2013 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പഠനത്തിൽ മോശമായതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ബിനോയ്, R. അമൃത, R. അനുഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കൊച്ചപ്പൻ പടക്കൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ AJ പ്രിൻസി, ബിജോയ് പെരുമാട്ടിൽ, ലിയോ ദേവ്, രാധാകൃഷ്ണൻ പുളിഞ്ചോട്, അജിത റോയ്, ജോസൻ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിനി ഹൈസ്കൂളിലെ 1986-87 SSLC ബാച്ച് സ്മൃതി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 4ാം വാർഷികാഘോഷവും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്മൃതി പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിശ്വമംഗളൻ, ട്രഷറർ രാജേഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്ത്രീധന വിരുദ്ധ ജാഥയുടെ സമാപന സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബീന രവിശങ്കർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബേബി ഫ്രാൻസിസ്, ഹിമ മനോജ്, സെക്രട്ടറി ഷാലിമ സുബൈർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനിത ശിവൻ, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൈപ്പറമ്പ് ദേവാലയത്തിലെ വിശുദ്ധ മദർ തെരേസയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിനെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ബുധൻ, വ്യാഴം തീയതികളിലാണ് തിരുനാൾ. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് തന്ത്രി പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാഴ്ചശ്ശി വേലിക്ക് ജിതിൻ കല്ലാറ്റിന്റെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. 5 ആനകളോടെ നടന്ന എഴുന്നള്ളിപ്പിൽ മാവേലിക്കര ഗണപതി തിടമ്പേറ്റി. പാണ്ടിമേളത്തിന് കിഴക്കൂട്ടാന്യന്മാരും ചേരനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും പ്രാമാണികരായി. പൂരം എഴുന്നള്ളിപ്പിൽ പരക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി.
തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗങ്ങളിൽ SSLC +2 വിദ്യാർത്ഥികൾക്കായി മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സഹവാസ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. OS സതീഷ്, ഡോക്ടർ സുപ്രഭ, ശശികുമാർ കൊടക്കാടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ സഹവാസ ക്യാമ്പും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. പെരിഞ്ഞനത്ത് നടന്ന സഹവാസ ക്യാമ്പ് കൂട്ടായ്മ പ്രസിഡന്റ് വിശ്വനാഥൻ വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ഗീത സതീഷ് അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി തജ്രി റഹീം, വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് ഷീജ ദാസ്, കൂട്ടായ്മ കമ്മിറ്റി സെക്രട്ടറി കെ. സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോയി. അപ്പൊ രാജാവ് ഇങ്ങനെ അയാളുടെ വാളിന്റെ ഒക്കെ മൂർച്ച നോക്കുകയായിരുന്നു ഇങ്ങനെ. അപ്പം വാളിന്റെ മൂർച്ച നോക്കിക്കൊണ്ടിരിക്കും. കയ്യിന്റെ ഇത് കുറച്ച് കാര്യമായിട്ട് മുറിഞ്ഞു. അപ്പൊ മന്ത്രി പറഞ്ഞു അത് നല്ലതിനാണ് എന്ന് പറഞ്ഞു. മുണ്ടത്തിക്കോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന സ്റ്റീഫൻ മഞ്ഞലയുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AS ഹംസ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ, PJ രാജു, സുരേഷ് പാറയിൽ, ശശി മംഗലം തുടങ്ങിയവർ പങ്കെടുത്തു. ശക്തമായ മുഖമായിരുന്നു സ്റ്റീഫൻ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് അദ്ദേഹം മുക്കാട്ടുകരയിലായിരുന്നു SSLC വരെ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം വ്യാസ NSS കോളേജിൽ ആരംഭിച്ച മുതലുള്ള ബന്ധമാണ് ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ അമ്മാമ്മയെ നോക്കാൻ വേണ്ടി തിരുത്തിപ്പറമ്പ് വരികയും അതിനുശേഷം വ്യാസ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും അവിടുന്ന് അങ്ങോട്ട് ഒരുമിച്ച് KSUവിൽ കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലാബിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോ ജോർജ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ജനത്തിന് പ്രയോജനപ്പെടുത്തുന്ന പണം അനാവശ്യമായി കാലതാമസം ഉണ്ടാകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ 18 PSCകളെയാണ് SSLCകളാക്കി ഉയർത്തിയിട്ടുള്ളത്. 4 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച മെമ്പർ ജലീലാദൂർ അദ്ദേഹത്തെയും എല്ലാവർക്കും. മലപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29, 30 തീയതികളിൽ കാരമുക്ക് SNGHS ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല ചെറുകഥാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വെള്ളിയാഴ്ച പ്രമുഖ കഥാകാരൻ NS മാധവൻ ചെറുകഥാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം പ്രശസ്ത നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ VN സുജിത്ത, മലപ്പുറം സമീക്ഷാ രക്ഷാധികാരി പ്രൊഫസർ TR ഹാരി, മറ്റ് ഭാരവാഹികളായ TS സുനിൽകുമാർ, MB സജീവൻ, TP ബിനോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. താന്യം പഞ്ചായത്ത് 5ാം വാർഡിലെ ക്രിസ്മസ് ആഘോഷം കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം നടത്തി. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. AC ജോസഫ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ഡൈഗോ ദേവസി, വർഗീസ് KA, റിജു കടക്കത്ര, രേണുക റിജു എന്നിവർ നേതൃത്വം നൽകി. എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിന്റെ ആശംസകൾ നേരുകയാണ്. കാർഷിക സ്മരണകളുമായി കാട്ടകാമ്പാൽ തിരുവാതിര വാണിമ ആഘോഷിച്ചു. സമ്മേളനം മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങൾ, വാണിം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൂർ എരവിമംഗലത്ത് വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വളർത്ത് കോഴിയുടെ കണ്ണ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചാലക്കുടി വെള്ളാഞ്ചിറയിൽ കോഴി ഫാമിന്റെ മറവിൽ വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. 2500 ലിറ്റർ സ്പിരിറ്റും 15,000-ലധികം കുപ്പി മദ്യവുമാണ് പോലീസ് കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ നഗരം നാളെ പാപ്പാമാർ കീഴടക്കും. ക്രിസ്മസിന് സമാപനം കുറിച്ച് നടക്കുന്ന ബോണ്ടത്താലയിൽ 10,000-ലധികം പാപ്പാമാർ അണിനിരക്കും. ഏനാമാവ് റെഗുലേറ്ററിന് സമീപത്തെ താൽക്കാലിക വളയം ഫണ്ട് നിർമ്മാണം പൂർത്തിയായില്ല. ജീർണിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ ചോർച്ചയിലൂടെ ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിൽ കർഷകർ. നാളെ ധനുമാസത്തിലെ തിരുവാതിര. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തിരുവാതിര ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.